ഒരു സമയത്ത് നിരന്തരം ഒരുമിച്ച് സിനിമകൾ ചെയ്തവരാണ് ശ്രീ മോഹൻലാലും ശ്രീനിവാസനും. മോഹൻലാലിന്റെ ഹിറ്റുകളിൽ ഏറെയും ശ്രീനിവാസൻ ഒപ്പം അഭിനയിച്ചതോ തിരക്കഥ എഴുതിയോ ആയ സിനിമകളായിരുന്നു. നായകനായ ഹിറ്റുകൾ തുടരെ തുടരെ വന്നതിന് ശേഷമാണ് നിർമ്മാണത്തിലേക്ക് മോഹൻലാൽ തിരിഞ്ഞത്. ഇപ്പോഴിതാ സിനിമ നിർമ്മിച്ച് പണം നഷ്ടപ്പെട്ട സമയത്ത് ലാലിനെ കണ്ടപ്പോഴുള്ള അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ശ്രീനിവാസൻ. പണം നഷ്ടപ്പെട്ടതിന് ശേഷം മോഹൻലാൽ പിന്നീട് ഫിലോസഫറിനെ പോലായിരുന്നു സംസാരിച്ചിരുന്നതെന്ന് ശ്രീനിവാസൻ പറയുന്നു. സത്യൻ അന്തിക്കാടും ഞാനും മോഹൻലാലും ഒരുമിച്ച് ചെയ്ത സിനിമകൾ സാമ്പത്തികമായി വിജയിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ നിർമ്മാതാവ് കെ.ടി. കുഞ്ഞുമോൻ ഇന്നസെന്റ് മുഖാന്തരം ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഒരു സിനിമ നിർമ്മിക്കാനുള്ള മുഴുവൻ പണവും ഞങ്ങൾക്കുള്ള പ്രതിഫലവും അദ്ദേഹം തരാമായിരുന്നു എന്നായിരുന്നു അത്. മാത്രമല്ല ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തെങ്കിൽ ഏറ്റവും എനിക്കും സത്യനും പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ചില ലക്ഷങ്ങൾ കൂടി തരാമെന്ന് ഓഫർ മുന്നോട്ട് വെച്ചു. പക്ഷെ ഞാനും സത്യനും അത് വേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം ലാഭനഷ്ടത്തിന്റെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി സിനിമയിൽ വന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്ത് കുറെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നീട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പണത്തിന്റെ പിന്നാലെയായാൽ ഏതാനും ക്രിയേറ്റീവായി ചെയ്യാനുള്ള ശ്രദ്ധ പണം പണം എന്നതിലേക്ക് വരുമോ എന്ന ഭയം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പോയവരുടെ ചില ഉദാഹരണങ്ങളും ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഇഷ്ടമാകുന്ന സിനിമ ചെയ്യുന്നതിലായിരുന്നു ഞങ്ങൾക്ക് സന്തോഷം. ഒപ്പം കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൂടി ആവശ്യമായിരിക്കും. അതിൽ കവിഞ്ഞൊരു ബിസിനസ് മനസ്സ് ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ മോഹൻലാൽ പിൽക്കാലത്ത് സ്വന്തം നിലയിൽ നിർമ്മാതാവായി. പണത്തിനോടുള്ള മോഹം കൊണ്ടാണെന്നറിയില്ല. നല്ല സിനിമകൾ നിർമ്മിക്കണമെന്ന ഉദ്ദേശം കൊണ്ടാകും. പിന്നീട് വാനപ്രസ്ഥം പോലുള്ള സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുകയും അതിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അംഗീകാരം ലഭിക്കുകയും എല്ലാം ചെയ്തു. ഈ നേട്ടം മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന് സിനിമ നിർമ്മിച്ച് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ഘട്ടത്തിലും അദ്ദേഹം ഫിലോസഫറിനെ പോലായി. പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഫിലോസഫി വരും. ഒരു ദിവസം ഞാൻ മോഹൻലാലിന്റെ മുറിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം വിഷാദമുഖനായി ഇരിക്കുന്നതാണ്. അങ്ങനെ ലാലിനെ ഞാൻ ഒരിക്കലും കാണാറില്ല. സന്ധ്യാസമയമായിരുന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ സന്ധ്യ എന്ന് പറയുമ്പോൾ എനിക്കൊരു വേദനയാണ്. അസ്തമയ സൂര്യൻ കടലിൽ മുങ്ങാൻ പോകുന്നത് കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സും അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കുമെന്ന് ലാൽ പറഞ്ഞു. കുറച്ചുനാൾ ഇങ്ങനെയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതുപോലൊരു സന്ധ്യയ്ക്ക് ഒരാൾ 50,00,000 രൂപ ഫ്രീ ആയി തന്നാൽ ആ അസ്വസ്ഥത ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നല്ല സന്തോഷമുണ്ടാകുമെന്നാണ് ലാലിന്റെ മറുപടി. മനുഷ്യന്റെ മാനസികാവശ്യ ആപേക്ഷികമാണ്. പിന്നീട് ഒരു ദിവസം പറഞ്ഞത്, അത് ഹിമാലയം വരെ യാത്ര പോവുകയാണ്, ഒപ്പം വരുന്നു എന്ന് ചോദിച്ചു. സന്യാസമാണെന്ന് ഞാൻ ചോദിച്ചു. സാമ്പത്തികമായി പൊളിഞ്ഞ് മാനസികമായി വിഷമിച്ച് നിൽക്കുമ്പോഴുള്ള പുള്ളിയുടെ ചിന്തകളാണിതൊക്കെ.